ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഒരു ദിവസം സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ നൽകിയിരിക്കുന്ന വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സകലത്തിൻ്റെയും സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ച് നമുക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും നൽകി നമ്മളെ പോറ്റി പുലർത്തി ഈ ദേശത്ത് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്രകാരം ദൈവം അനുഗ്രഹിച്ച് നൽകുന്ന ദിവസങ്ങളിൽ നമ്മൾ ദൈവിക വചനങ്ങളെ പഠിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് ഏറ്റവും ഉത്തമമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്രകാരം ഈ ഹോപ്പ് ചാനലിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന നിങ്ങളേവരെയും വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ മഹനീയ ശുശ്രൂഷയിലേക്ക്, വചന ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടായിരിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാളുകളിൽ നമ്മൾ പുറപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കി ഈജിപ്റ്റ് ടു കാനാൻ, ഇസ്രായേൽ ജനം മിസ്രൈം ദേശത്ത് നിന്നും വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് എത്തപ്പെടുന്നതായിട്ടുള്ള സമയത്തിനിടയിൽ സംഭവിക്കുന്നതായിട്ടുള്ള നിരവധിയായിരിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് ഈ നാളുകളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സ്വർഗത്തിലെ ദൈവം മോശ പ്രവാചകനെ, ബാലനായിരിക്കുന്ന മോശയെ വെള്ളത്തിൽ നിന്നും, കുഞ്ഞായിരിക്കുന്ന മോശയെ വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്തത് എപ്രകാരമാണ് എന്നും, ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് എപ്രകാരമാണ് എന്നും, അതിനുശേഷം ദൈവം മോശയ്ക്ക് കൽപ്പനകളെ നൽകിയതിനെക്കുറിച്ചും വിശുദ്ധ മന്ദിര മാതൃകയെ നൽകിയതിനെക്കുറിച്ചൊക്കെയും നമ്മൾ ആധികാരികമായി ചിന്തിക്കുവാനിടയായി തീർന്നു. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു സംഭവ വികാസത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തെ ആസ്പദമാക്കിയാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന കാര്യം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോൻ്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുന്നിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങൾ മിസ്രൈം ദേശത്തു നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അതിൻ്റെ 2-ാമത്തെ വാക്യം: അഹരോൻ അവരോട്, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പറിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. നമുക്ക് കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹമേറിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അടിയങ്ങൾ കർത്താവേ, വിശ്വാസത്യാഗം സംഭവിച്ച ഒരു ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വർഗീയ കരമടിയങ്ങളോട് കൂടെ ഇരിക്കണം. അവിടെ നിന്ന് എപ്രകാരമാണ് അവരോട് ഇടപെട്ടത് എന്നും അതിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആത്മീക പാഠങ്ങളെയൊക്കെയും അടിയങ്ങൾക്ക് അവിടെ നിന്ന് പഠിപ്പിച്ച് നൽകണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്ത് എന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ ദൈവത്തിൻ്റെ വചനം 32-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അവരെ നയിച്ചു കൊണ്ടുവന്നതായിട്ടുള്ള മോശ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് കണ്ട. ഇവിടെ മോശയാണ് അവരെ നയിച്ചു കൊണ്ടുവന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം മോശയോട് പറയുന്നു, മോശെ നീ പർവ്വതത്തിലേക്ക് കയറി വരുവാൻ. അങ്ങനെ മോശ ദൈവത്തോടൊപ്പം 40 ദിവസം സീനായ് മലയിലായിരുന്നു എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. അങ്ങനെ സീനായ് മലയിൽ 40 ദിവസം സ്വർഗത്തിലെ ദൈവത്തോടൊപ്പം മോശ പ്രവാചകനായിരിക്കുന്ന വേളയിൽ ഇവിടെ ഇസ്രായേൽ ജനം മോശയ്ക്ക് പകരം ആക്കിയിരിക്കുന്ന സഹോദരനായിരിക്കുന്ന അഹരോനോട് വന്ന് പറയുകയാണ്, അഹരോനെ, നമ്മളെ നയിച്ചു കൊണ്ടുവന്നതായിട്ടുള്ള മോശയെ കാണുന്നില്ല. മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും നമുക്കറിയില്ല. ഈ വേളയിൽ നമ്മുടെ നടുവിൽ നടക്കേണ്ടുന്നതിന് നീ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം എന്ന് ഇസ്രായേൽ ജനം അഹരോനോട് ചോദിക്കുന്നു. ഇവിടെ അഹരോൻ അവരോട് പറയുകയാണ്, നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും ഭാര്യമാരുടെയും കാതുകളിലെ കുണുക്കും മറ്റു സ്വർണ്ണാഭരണങ്ങളൊക്കെയും കൊണ്ടുവരുവാൻ. ചിന്തിച്ചു നോക്കുക, ഇത്രയും സമയം പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നി തുണയായും അവരോടൊപ്പം നടന്ന സ്വർഗത്തിലെ ദൈവം
ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് മോശയിലൂടെ ഇസ്രായേൽ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത സ്വർഗത്തിലെ ദൈവം, ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമായിരിക്കുന്ന അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു എന്ന് ഇസ്രായേൽ ജനങ്ങളോട് കൽപ്പിച്ച സ്വർഗത്തിലെ ദൈവം, ആ ദൈവം ഇസ്രായേൽ ജനങ്ങളുടെ നിലവിളി, അവർ ഊഴിയ വേല ചെയ്ത് കഷ്ടപ്പെട്ട് അടിമ ജീവിതം നയിച്ച് കഷ്ടപ്പെട്ട് നടക്കുന്നതായിട്ടുള്ള ഇസ്രായേൽ ജനങ്ങളുടെ നിലവിളി സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഹോരേബ് പർവ്വതം വരെ ഇറങ്ങി വന്ന സ്വർഗത്തിലെ ദൈവം, ആ ദൈവം ഇസ്രായേൽ ജനങ്ങളോട് ചോദിക്കുകയാണ്, ഈ 40 വർഷക്കാലം നിങ്ങൾ മരുഭൂമിയിലൂടെ നടന്നോ? നിങ്ങളുടെ ചെരുപ്പിന് എന്തെങ്കിലും തേയ്മാനം സംഭവിച്ചിട്ടുണ്ടോ? അത്രത്തോളം ഉള്ളം കരങ്ങളിൽ വഹിച്ച കൊണ്ടുപോയതായിട്ടുള്ള സ്വർഗത്തിലെ ദൈവം അവരോടൊപ്പം ഇരുന്നിട്ട ഇവിടെ അഹരോൻ്റെ മുന്നിലേക്ക് കടന്നു വന്ന് അവർ ചോദിക്കുകയാണ്, നമ്മുടെ ഇടയിൽ നടക്കുന്നതിന് വേണ്ടി ഒരു ദൈവത്തെ ഉണ്ടാക്കി തരുവാൻ. പല അത്ഭുതങ്ങളും ആ ദൈവത്തിൽ നിന്നും ഇസ്രായേൽ ജനം കണ്ടിട്ടുണ്ട്. ചെങ്കടലിനെ 2 പിളർന്നു, അത് സ്വന്തം കണ്ണാലെ കണ്ടതായിട്ടുള്ള ഇസ്രായേൽ ജനം. ആ സമുദ്രത്തിൻ്റെ വെള്ളം 2 ഭാഗത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്, അതിൻ്റെ നടുവിലൂടെ വഴി പോകുന്നതും കണ്ടതായിട്ടുള്ള ഇസ്രായേൽ ജനം. അവർക്കാവശ്യമായ മന്ന പകർന്നു കൊടുത്തതായിട്ടുള്ള സ്വർഗത്തിലെ ദൈവം. അതോടൊപ്പം തന്നെ അവർക്ക് മാറയിലെ വെള്ളം മധുരമാക്കി കൊടുത്ത സ്വർഗത്തിലെ ദൈവം. ഇറച്ചിക്ക് വേണ്ടി കരഞ്ഞപ്പോൾ കാടപ്പക്ഷികളെ വരുത്തി കൊടുത്തതായിട്ടുള്ള സ്വർഗത്തിലെ ദൈവം. ആ ദൈവവും മോശയും കൂടി 40 ദിവസം സീനായ് മലയിലായിരുന്നപ്പോൾ ഇവിടെ ഇസ്രായേൽ ജനം അഹരോനോട് പറയുകയാണ്, നമുക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം, നമ്മുടെ ഇടയിൽ നടക്കുന്നതിന് വേണ്ടി. നമ്മളെ നയിച്ചു കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ അറിയുന്നില്ല, അതുകൊണ്ട് നമുക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം എന്ന്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, അരുതാത്ത സംഭവ വികാസങ്ങളിലേക്ക് കടന്നു പോകുന്നവരാണോ നാം എന്ന് നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇവിടെ മോശ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അഹരോനോട് ഇസ്രായേൽ ജനം പറയുന്നു, നമുക്ക് നമ്മുടെ ഇടയിൽ നടക്കുന്നതിന് ഒരു കാളക്കുട്ടി അല്ലെങ്കിൽ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരുവാൻ. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ, സദാകാലത്തും മനുഷ്യനോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. പുതിയ നിയമപുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമാണ്. ആ ദൈവം നിങ്ങളാകുന്ന വിശുദ്ധ മന്ദിരത്തിനുള്ളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. ആ ദൈവത്തെ മറന്നുകൊണ്ട് അവർ പറയുകയാണ്, നമ്മുടെ നടുവിൽ നടക്കുന്നതിന് വേണ്ടി ഒരു ദൈവത്തെ ഉണ്ടാക്കി തരുവാൻ. നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവം, നമ്മുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവം, നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവം, നമ്മളെ ചുമക്കുന്ന ദൈവം, നമ്മളെ കൊണ്ടു നടക്കുന്ന ദൈവം, നമുക്കൊരു പ്രയാസങ്ങളും തട്ടാതെ നമ്മളെ വഹിച്ചുകൊണ്ട് പോകണമെന്നാഗ്രഹിക്കുന്ന സ്വർഗത്തിലെ ദൈവം, നമ്മളെ ഉള്ളം കരങ്ങളിൽ വഹിച്ചിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം അവരോട് കൂടെ ഇരിക്കുമ്പോഴും അവർ അഹരോനോട് പറയുകയാണ്, നമുക്ക് നമ്മുടെ നടുവിലായിരിക്കുന്നതിന് വേണ്ടി, നമ്മുടെ കൂടെ നടക്കുന്നതിന് വേണ്ടി, നമ്മുടെ നടുവിൽ നടക്കുന്നതിന് വേണ്ടി ഒരു ദൈവത്തെ ഉണ്ടാക്കി തരുവാൻ. ഇവിടെ നേതാവായിരിക്കുന്ന അഹരോൻ്റെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നായിരുന്നു അഹരോൻ പിന്നെ ചെയ്തതായിട്ടുള്ള സംഭവ വികാസം. ഇവിടെ അഹരോൻ അവരുടെ ഒക്കെയും സ്വർണങ്ങളെ ശേഖരിച്ച, അതിനെ കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി അതിനെ തീയിലിടുകയും തീയിൽ നിന്ന് ഒരു കാളക്കുട്ടി ഊരിത്തിരിഞ്ഞു വരികയും ചെയ്യുന്ന, തുടർന്ന് അവർ ആ കാളക്കുട്ടിയെ നമസ്കരിച്ചു എന്നും ആ കാളക്കുട്ടിയുടെ മുന്നിൽ നൃത്തം ചെയ്തു എന്നൊക്കെയും തിരുവചനം രേഖപ്പെടുത്തുന്ന ദൈവം ഇസ്രായേൽ ജനം എന്നേക്കും അനുസരിച്ച് നടക്കുവാനുള്ള 10 കൽപ്പനകളെ ദൈവത്തിൻ്റെ വിരലുകൾ കൊണ്ട് കൽപ്പലകയിൽ എഴുതി മോശയ്ക്ക് നൽകുന്ന വേളയിൽ ഇവിടെ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അവർ ആഘോഷിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹത്തെയും നമസ്കരിക്കരുത് എന്ന സ്വർഗത്തിലെ ദൈവം ദൈവത്തിൻ്റെ വിരലുകൾ കൊണ്ടെഴുതുമ്പോൾ ഇവിടെ അഹരോൻ്റെ നേതൃത്വത്തിൽ അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി നമസ്കരിക്കുന്നതായിട്ട് തിരുവചനം രേഖപ്പെടുത്തുന്ന, അത്രത്തോളം അധപതിച്ച,
നിബന്ധിച്ചതായിട്ടുള്ളൊരു ജനം. അങ്ങനെ അവർ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധിക്കുന്നു. ഇത് കണ്ടതായിട്ടുള്ള ദൈവം, ഇത് മനസ്സിലാക്കിയതായിട്ടുള്ള ദൈവം മോശയോട് പറയുകയാണ്, നീ വേഗത്തിൽ താഴേക്ക് ഇറങ്ങി ചെല്ലുവാൻ. അങ്ങനെ മോശ വേഗത്തിൽ താഴേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത്, അഹ്റോൻ ഇവരുടെ ഇറങ്ങി ചെല്ലുന്നതായിട്ടുള്ള സമയത്ത് ജോഷുവ ഇവരുടെ ആരവം കേട്ടിട്ട് ജോഷുവ മോശയോട് പറയുകയാണ്, ഇസ്രയേലിൽ പാളയത്തിൽ യുദ്ധം സംഭവിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ മോശ പറയുകയാണ്, അത് യുദ്ധത്തിൻ്റെ ആരവമല്ല, ഇസ്രയേൽ ജനങ്ങളുടെ പരാജയത്തിൻ്റെ ആരവമാണ്. അവർ സ്വർഗത്തിലെ ദൈവത്തെ മറന്നു കളഞ്ഞതിൻ്റെ തിക്തഫലമാണ് അനുഭവിക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള അവരുടെ ഉന്മാദമാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന്. മോശയും ജോഷുവയും പാളയത്തിലേക്ക് കടന്നു വരുമ്പോൾ അഹരോൻ്റെ നേതൃത്വത്തിൽ ഇസ്രയേൽ ജനം കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിൻ്റെ മുന്നിൽ തിന്നുകയും കുടിക്കുകയും യാഗങ്ങൾ അർപ്പിക്കുകയും അവർ കളിപ്പാൻ എഴുന്നേറ്റു എന്നാണ് തിരുവചനം പറയുന്നത്. കാളക്കുട്ടിയുടെ മുന്നിൽ കിടന്ന് തുള്ളിച്ചാടുന്നതായിട്ടുള്ള ഇസ്രയേൽ ജനം ഇത് കണ്ട മോശയുടെ ഹൃദയം കലങ്ങിപ്പോയി. കോപാകുലനായ മോശ ദൈവം എഴുതി കൊടുത്ത ദൈവകൽപ്പനകളെ എറിഞ്ഞുടച്ചു. കാരണം ഇസ്രയേൽ ജനം ദൈവകൽപ്പനകൾ ലംഘിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മോശ ചിന്തിച്ചു, എനിക്കിനി കൽപ്പനകളുടെ ആവശ്യമില്ല. മോശ കൽപ്പനകളെ എറിഞ്ഞുടയ്ക്കുന്നു. അതിനുശേഷം കാളക്കുട്ടിയെ അരച്ചു പൊടിച്ച ഇസ്രയേൽ ജനങ്ങളെ കൊണ്ട് കുടിപ്പിക്കുന്ന. ദൈവം ഏറ്റവും വെറുക്കുന്ന ഒന്നാണ് വിഗ്രഹാരാധന എന്ന ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. രണ്ടാമത്തെ കൽപ്പനയെ ദൈവം വിപുലമായിട്ട് എഴുതി നൽകി. എന്നാൽ ഇവിടെ ആ കൽപ്പനകളെ രചിക്കുന്ന സമയത്തും ആ കൽപ്പനകളെ നൽകുന്ന സമയത്ത് ഇസ്രയേൽ ജനം കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആഘോഷിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. ഇന്ന് നാം ഈ ലോകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതായിട്ടുള്ള കാര്യമാണ്, വലിയൊരു തലമുറ, വലിയൊരു ജനസംഖ്യ ആഘോഷ തിമിർപ്പിൽ ആയിരിക്കുന്നത്. ദൈവകൽപ്പനകൾ പ്രമാണിക്കുവാൻ ചുരുക്കം പേർ. നമ്മൾ നോഹയുടെ സമയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നോഹയും കുടുംബവും കേവലം 8 പേർ മാത്രം പെട്ടകത്തിലൂടെ രക്ഷ പ്രാപിച്ചു എന്ന് തിരുവചനം പറയുന്ന വലിയ ഒരു സമൂഹം അവിടെ നഷ്ടപ്പെട്ടു പോയി. അവർ ദൈവത്തിൻ്റെ വചനങ്ങളെ ധിക്കരിച്ചതുകൊണ്ട്, ദൈവത്തിൻ്റെ മുന്നറിയിപ്പിൻ ദൂതുകളെ ലംഘിച്ചതുകൊണ്ട് അവരെല്ലാം വീണുപോയി എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന. അങ്ങനെ പ്രളയത്താൽ അവർ നഷ്ടപ്പെട്ടു പോയി എന്ന് കാണുവാൻ സാധിക്കാം. എന്നാൽ ഇവിടെ അതുപോലൊരു സാഹചര്യം നിലനിൽക്കുന്നു. മോശയും ജോഷുവയും ഇറങ്ങി വരുന്നതായിട്ടുള്ള സമയത്ത് മോശയും ജോഷുവയും കാണുന്നത് ഇസ്രയേൽ ജനം ഉന്മൂദം പൂണ്ട് അവർ ഉന്മത്തരായി ആ വിഗ്രഹത്തിൻ്റെ മുന്നിൽ കളിക്കുന്നതാണ് കാണുന്നത്. കോപാകുലനായി തീർന്നു ഇസ്രയേലിനെ നയിച്ചു കൊണ്ടുവന്നതായിട്ടുള്ള നേതാവ്. എന്നാൽ ഈ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അവിടെ 3000 പേര് നശിച്ചു പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും, മരിച്ചു വീഴുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. മോശ ചോദിക്കുന്നു, യഹോവയുടെ പക്ഷത്ത് എത്ര പേർ? യഹോവയുടെ പക്ഷത്ത് ലേവ്യഗണം അണിനിരക്കുകയും ഈ ലേവ്യർ ഏതാണ്ട് 3000 പേർ അന്ന് പട്ടുപോയി എന്ന് തിരുവചനം പറയുന്ന ദൈവകൽപ്പനകളുടെ ലംഘനത്തിൻ്റെ ഫലമായിട്ട്, വിഗ്രഹാരാധനയുടെ ഫലമായിട്ട് 3000 പേർ പട്ടുപോകുന്ന. അതിനുള്ള പ്രധാന കാരണം മിസ്രൈം ദേശത്തു നിന്ന് അടിമ ജീവിതം നയിച്ചിരുന്ന ഇസ്രയേൽ ജനങ്ങളെ സ്വർഗത്തിലെ ദൈവം കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ അവർ എത്തപ്പെട്ടില്ലായിരുന്നു. പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിഞ്ഞില്ലായിരുന്നു. അതിൻ്റെ തിക്തഫലം ഇവിടെ ഇസ്രയേൽ ജനം അനുഭവിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ഇവിടെ 3000 പേര് നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. ഇനി നമ്മൾ പുതിയ നിയമപുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കർത്താവ് യേശു ക്രിസ്തുവാകുന്ന പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ട 49 ദിവസങ്ങൾക്ക് ശേഷം പെന്തക്കോസ്ത് പെരുന്നാളിൽ അപ്പോസ്തലന്മാർ കൂടിയിരിക്കുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള
യഹൂദ പുരുഷന്മാർ വന്നിരിക്കുന്നു യെരൂശലേമിൻ്റെ പട്ടണത്തിൽ. അങ്ങനെ വലിയൊരു ജനസമൂഹം ആ പെന്തക്കോസ്ത് ആഘോഷവേളയിലായിരിക്കുന്ന സമയത്ത് പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് നിന്ന രാജ്യത്തിൻ്റെ സുവിശേഷം, ക്രൂശിക്കപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന വേളയിൽ അവിടെ 3000 പേര് മാനസാന്തരപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച രക്ഷിക്കപ്പെട്ടു എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്ന 12 അപ്പോസ്തലന്മാരിൽ നിന്നും 70 പേരും ആ 70-ൽ നിന്നും 3000 പേരും ആയിത്തീരുന്നതായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കാം. കാരണം അവർ പരിശുദ്ധാത്മാവിനായി കാത്തിരുന്ന കർത്താവ് യേശു ക്രിസ്തുവാണ് മശിഹ എന്ന് മനസ്സിലാക്കി ആ ക്രിസ്തുവിൽ വിശ്വസിച്ച ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം നമുക്ക് ജീവരക്ഷ നൽകുമെന്ന്, നിത്യജീവൻ നൽകുമെന്ന്, രണ്ടാം മരണത്തിൽ നിന്നും ഒഴിവാക്കി തീരുമെന്ന് മനസ്സിലാക്കിയവർ വളരെ വളരെ ഒരുക്കത്തോടുകൂടി പരിശുദ്ധാത്മാവിനായി കാത്തിരുന്നു. പെന്തക്കോസ്തു നാളിൽ കർത്താവ് യേശു ക്രിസ്തു പരിശുദ്ധ സ്ഥലത്ത് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന വേളയിൽ നമുക്കോരോരുത്തർക്കും പക്ഷപാതം ചെയ്യുന്നതിന് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്തായിരിക്കുന്നതായിട്ടുള്ള വേളയിൽ ഭൂമിയിൽ പരിശുദ്ധാത്മാവിനെ അയക്കുകയും ആ പരിശുദ്ധാത്മാവിൻ്റെ ശ്രമഫലമായിട്ട് പത്രോസ് അപ്പോസ്തലൻ നൽകിയ ദൂതിൻ്റെ അടിസ്ഥാനത്തിൽ 3000 പേർ രക്ഷ പ്രാപിച്ചു എന്ന തിരുവചനം രേഖപ്പെടുത്തുന്ന ഇവിടെ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധിച്ചതിൻ്റെ ഫലമായിട്ട് 3000 പേർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാതെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാതെ ദൈവവചനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചിരുന്ന ഒരു തലമുറ നഷ്ടപ്പെട്ടു പോകുമ്പോൾ 3000 പേർ മരിച്ചു വീഴുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൂത് ശ്രവിച്ച 3000 പേർ രക്ഷ പ്രാപിച്ചു എന്ന തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ അതിനുശേഷം നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം മോശയോട് വീണ്ടും കൽപ്പിക്കുന്നു, നേരത്തെ ഞാൻ എഴുതി തന്ന രീതിയിൽ നീ 2 കൽപ്പലകളെ ചെത്തിക്കൊണ്ടുവരുവാൻ. അങ്ങനെ മോശ 2 കൽപ്പലകളുമായി സീനായി മലയിലേക്ക് കയറിപ്പോവുകയാണ്. സ്വർഗത്തിലെ ദൈവം മോശയുടെ കരങ്ങളിൽ ആ കൽപ്പലകളിൽ ദൈവത്തിൻ്റെ വിരലുകൾ കൊണ്ട് എഴുതി നിത്യനിയമമായിരിക്കുന്ന ദൈവകൽപ്പനകളെ വീണ്ടും മോശയുടെ കരങ്ങളിൽ നൽകുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കാം. അങ്ങനെ മോശ വീണ്ടും ദൈവകൽപ്പനകൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങി വീണ്ടും ഇസ്രായേൽ ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരികയും വിശുദ്ധ മന്ദിരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് നിയമപ്പെട്ടകത്തിനുള്ളിൽ അത് സ്ഥാപിക്കുകയും അത് വയ്ക്കുകയും ചെയ്യുന്ന ദൈവസിംഹാസനത്തിന് അടിസ്ഥാനമായിരിക്കുന്ന ദൈവകൽപ്പനകളെ ഒരിക്കൽ മോശ എറിഞ്ഞുടച്ചുവെങ്കിൽ അതേ മോശയുടെ കരങ്ങൾ കൊണ്ട് കല്ലുകൾ ചെത്തി മോശ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും അത് എഴുതി വാങ്ങുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. പുതിയ നിയമപുസ്തകം എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, ആ കാലം കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങളോട് ചെയ്യുവാനിരിക്കുന്ന നിയമം, ഞാൻ എൻ്റെ ന്യായപ്രമാണത്തെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതാം എന്ന് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നു. അതിനുശേഷം ഞാൻ നിങ്ങളുടെ പാപങ്ങളെ കണക്കിടുകയില്ല എന്ന കർത്താവായ ദൈവം പൗലൂസ് അപ്പോസ്തലനിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഈ പൗലൂസ് അപ്പോസ്തലൻ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും എടുത്തുദ്ധരിച്ചിരിക്കുന്നതാണ് ഈ ഭാഗമെന്ന് നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കാം. അപ്പോൾ പഴയ നിയമപുസ്തകത്തിലെ പ്രവാചകന്മാരും പുതിയ നിയമപുസ്തകത്തിലെ അപ്പോസ്തലന്മാരും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യെരൂശലേം ദേവാലയത്തെ നെബൂഖദ്നേസർ രാജാവ്, ബാബിലോൺ സാമ്രാജ്യത്തിലെ ശക്തനായ രാജാവ് നെബൂഖദ്നേസർ രാജാവ് ആക്രമിച്ച യെരൂശലേം ദേവാലയം നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് യെരൂശലേം ദേവാലയത്തെ അവർ തീക്കിരയാക്കി കളയുന്ന സമയത്ത് സഭാചരിത്രം പറയുന്നത് യിരെമ്യാ പ്രവാചകൻ്റെയും മറ്റു വിശ്വസ്തരായിരിക്കുന്ന ശുശ്രൂഷകന്മാരുടെയും സഭാ ശുശ്രൂഷകന്മാരുടെയും ദേവാലയ ശുശ്രൂഷകന്മാരുടെയും ശ്രമഫലമായിട്ട് ഈ കൽപ്പനകളെ, ഈ നിയമപ്പെട്ടകത്തെ
അവർ ഒരു ഗുഹയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു എന്നാണ് സഭാചരിത്രം പറയുന്നത്. അതിനുശേഷം ആരും ദൈവകൽപ്പനകളെ കണ്ടിട്ടില്ല. എന്നാൽ ഇവിടെ സ്വർഗത്തിലെ ദൈവം യിരെമ്യാ പ്രവാചകനോട് പറയുന്നു. യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം, ആ കാലം കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങളോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഞാൻ എൻ്റെ ന്യായപ്രമാണത്തെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതാം. അങ്ങനെ ഹൃദയങ്ങളിൽ ന്യായപ്രമാണം എഴുതിയിരിക്കുമ്പോൾ നമ്മൾ ദൈവകൽപ്പനകൾ അനുസരിക്കുകയും നമ്മുടെ ഉള്ളിൽ നമ്മളാകുന്ന വിശുദ്ധ മന്ദിരത്തിനുള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുകയും ചെയ്യുമെന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരങ്ങളാകുന്ന ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മുടെ ഉള്ളിൽ ആവസിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മുടെ ഉള്ളിലായിരിക്കുമ്പോൾ പെന്തക്കോസ്ത് നാളിൽ 3000 പേര് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു വന്ന് രക്ഷ പ്രാപിച്ചതുപോലെ, പത്രോസ് അപ്പോസ്തലൻ്റെ പ്രസംഗം കേട്ട് രക്ഷ പ്രാപിച്ചതുപോലെ, നമ്മുടെ ഉള്ളിലും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുമ്പോൾ ദൈവകൽപ്പനകൾ എഴുതപ്പെടുമ്പോൾ നമ്മളും പത്രോസ് അപ്പോസ്തലനെ പോലെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് രാജ്യത്തിൻ്റെ സുവിശേഷം ശക്തമായി അറിയിക്കാം. ഒരു സമയത്ത് കർത്താവ് യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ അവിടെ നിന്നും പലായനം ചെയ്തു പോയ പത്രോസ് അപ്പോസ്തലൻ്റെ പ്രസംഗത്തിലൂടെ 3000 പേർ കടന്നു വന്നുവെങ്കിൽ നമ്മളും വിഗ്രഹാരാധന വെടിഞ്ഞ, കൽപ്പനാലംഘനങ്ങൾ വെടിഞ്ഞ, സ്വർഗത്തിലെ ദൈവത്തിൽ പൂർണ്ണമായും അഭയം പ്രാപിച്ച നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി നമ്മൾ ദൈവവചനം പ്രസംഗിക്കുകയാണ് എങ്കിൽ മോശ പ്രവാചകൻ്റെ സമയത്ത് സംഭവിച്ചതുപോലെ അല്ല, പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചതുപോലെ അനേകം വ്യക്തികൾ മാനസാന്തരത്തിൻ്റെ സത്യം സ്വീകരിച്ച, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച സത്യവചനത്തിൻ്റെ വക്താക്കളായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതാണ് പെന്തക്കോസ്ത് നാളിലെ അനുഭവത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി 3000 പേർ നഷ്ടപ്പെട്ടു പോയപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ കഴിയാതെ, ദൈവകൽപ്പനകളെ സ്വീകരിക്കുവാൻ കഴിയാതെ 3000 പേർ നഷ്ടപ്പെട്ടു പോയയിടത്ത് പെന്തക്കോസ്ത് നാളിൽ 3000 പേർ രക്ഷ പ്രാപിച്ച, സ്വർഗത്തിലെ ദൈവത്തെ സ്വീകരിച്ച, വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം നമുക്ക് തീരുമാനമെടുക്കാം. ജോഷുവ എടുത്തതുപോലെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കാം. അപ്രകാരത്തിൽ നമുക്ക് സ്വർഗത്തിലെ ദൈവത്തെ, യഹോവയെ സേവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അതിനായി ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകൾ അടച്ചൊരു നിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. സകല ചരാചരങ്ങൾക്കും സൃഷ്ടികർത്താവും പരിപാലകനും സംരക്ഷകനുമായിരിക്കുന്ന അടിയങ്ങൾ എന്നേക്കും അനുസരിച്ച് നടക്കുന്നതിന് വേണ്ടി സ്വന്തം വിരലുകൾ കൊണ്ട് എഴുതി ദൈവകൽപ്പനകളെ പകർന്നു നൽകിയിരിക്കുന്ന സ്വർഗത്തിലെ നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹമേറിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവ്, അടിയങ്ങൾ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കുന്നതിൻ്റെ ഒരു അനുഭവത്തിലായിരുന്നുവെങ്കിൽ എൻ്റെ ദൈവം അതിൽ നിന്നൊക്കെയും അടിയങ്ങളെ വിടുവിച്ച വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ലോകത്ത് പല ഭാഗത്തും പട്ടുപോകാവുന്ന അവസ്ഥാവിശേഷത്തിലായിരുന്ന അടിയങ്ങളെ അതിൽ നിന്നൊക്കെയും വിളിച്ച് വേർതിരിച്ച് അനുഗ്രഹിച്ചിരിക്കുന്ന വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ സമയം കർത്താവേ, അടിയങ്ങളെ മുറ്റുമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അവിടെ നിറയ്ക്കണം. അങ്ങയുടെ കൽപ്പനകളെ അടിയങ്ങളുടെ ഹൃദയത്തിൽ എഴുതണം. അങ്ങയുടെ ആത്മാവ് വസിക്കുന്ന ഒരു വിശുദ്ധ മന്ദിരമായി രൂപാന്തരപ്പെട്ട രാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്ന മക്കളായിരിക്കുവാൻ എൻ്റെ ദൈവം അടിയങ്ങളെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമെന്ന് അടിയങ്ങൾക്കായി കാൽവരിയിൽ മരിച്ചുയർത്തുന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.